യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള മാതാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കഥ നമുക്ക് ലഭിക്കുന്നത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ നിന്നാണ്. എങ്ങനെയാണ് ദൈവം ഒരു പരിപൂർണ സൃഷ്ടിയെ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് ഒരു നിത്യകന്യക ഉണ്ടാകുന്നത്? എങ്ങനെയാണ് വചനമായ ദൈവം പരിശുദ്ധ മറിയത്തിൽ മാംസം ധരിക്കുകയും മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി എങ്ങനെയാണ് ദൈവം ആ രക്ഷാകരമായ സംഭവങ്ങളെ ക്രമപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിലൂടെയാണ്. അമ്മക്കഥ എന്ന് പറയുന്ന ഈ പരമ്പരയിലൂടെ മാതാവിൻ്റെ ജനനം മുതൽ വളരെ മനോഹരമായി ഓരോ സംഭവങ്ങളും കോർത്തിണക്കിയ ഒരു പരമ്പരയാണ് അമ്മക്കഥ എന്ന് പറയുന്ന ഈ പരമ്പര. പരിശുദ്ധ അമ്മയുടെ മാതാവും പിതാവുമായ യോവാഖിം അന്ന ദമ്പതികളുടെ ജീവിതം മുതൽ നമ്മൾ ഈ പരമ്പരയിൽ കാണുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനനം, പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ 3 വയസ്സാകുമ്പോൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നു. അവിടെ നിന്ന് 10, 13, 14 വയസ്സാകുമ്പോൾ അവിടെ നിന്ന് പോരുകയും ജോസഫ് പിതാവുമായിട്ടുള്ള വിവാഹ വാഗ്ദാനങ്ങൾ നടക്കുകയും അതിനുശേഷം ഈശോയുടെ ജനനം ഉണ്ടാകുന്നു. ഈശോയുടെ ജനനത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾക്ക് ബാക്കിയുള്ള അറിവുകൾ കുറേയൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുമ്പോൾ, തുടർന്ന് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടങ്ങൾ, ഈശോയുടെ ക്രൂശീകരണം, ക്രൂശിൽ മരിക്കുന്നു, മരിച്ചതിന് ശേഷം യോഹന്നാനെ ഏൽപ്പിക്കുന്ന മാതാവിനെ യോഹന്നാൻ വളരെ മനോഹരമായി പരിപാലിക്കുന്നു. സഭയുടെ വളർച്ചയിൽ പരിശുദ്ധ അമ്മയുടെ പങ്ക് എത്രമാത്രമാണ്, പരിശുദ്ധ അമ്മ സഭയെ പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒടുവിൽ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവിടെയാണ് ഈ മരിയ പളത്തോർത്തയിൽ ഈ കഥ അവസാനിക്കുക. എന്നാൽ ഇന്നുവരെ, ഈ നിമിഷം വരെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ആത്മാക്കളുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ കഥയാണ് അമ്മക്കഥ എന്ന് പറയുന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ എത്രമാത്രം കൂടുതൽ മനസ്സിലാക്കുന്നുവോ അതനുസരിച്ചാണ് അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മിൽ ഉണ്ടാവുകയും അത് വർദ്ധിക്കുകയും ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മൾ അനുകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കുകയാണ്.
യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ എളിമയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. മനുഷ്യനായ ഒരു സൃഷ്ടി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഉത്തമ മാതൃകയും മോഡലുമൊക്കെയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക്, ആ അമ്മയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, ആ അമ്മയുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക്, ആ അമ്മയുടെ കണ്ണുനീരിൻ്റെ ഉപ്പുകലർന്ന ആ ജീവിതത്തിലേക്ക് ഓരോ എപ്പിസോഡുകളായി നമ്മൾ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ജീവിക്കേണ്ടത് എന്ന് നമുക്കൊരു ബോധ്യം ലഭിക്കുകയാണ് ഉണ്ടാവുക. പാപ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെയാണ്. പ്രാർത്ഥനയ്ക്കും പ്രവൃത്തിക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അമ്മ കഥയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അമ്മയുടെ ഈ ജീവിതത്തെ സംബന്ധിച്ചുള്ള അറിവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അമ്മയെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം, അമ്മയോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാം, അമ്മയിൽ പ്രത്യാശ കണ്ടെത്തുന്ന നിങ്ങളെല്ലാം അമ്മയുടെ ഈ അറിവ് അനേകം വ്യക്തികൾക്ക് ഉപകാരപ്രദമാകുവാൻ കൃപ എന്ന ഈ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകം വ്യക്തികളിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഈശോയുടെ നാമത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്കായി നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.